ഞാൻ ശ്രീ എം ആർ അഭിലാഷിലേക്ക് പോകുന്നു. ശ്രീ എം ആർ അഭിലാഷ്, താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുകയായിരുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: അഗ്നിശമന സേന എന്നാൽ ധൈര്യത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പര്യായമാണ് എന്ന് പറയേണ്ടതില്ല. ഏറ്റവും സംഹാരശേഷിയുള്ള അഗ്നിയുമായി മുഖാമുഖം നിന്ന് പലപ്പോഴും അഗ്നിനാളങ്ങൾക്കിടയിലൂടെ മനുഷ്യനെയും അവൻ്റെ സ്വത്തിനെയും രക്ഷിക്കുക എന്നത് കർത്തവ്യത്തിൻ്റെ പരമമായ അനുഭവവും മാതൃകയുമാണ്. അങ്ങനെ ഒരു യുദ്ധരംഗത്ത് ത്യാഗസന്നദ്ധതയോടുകൂടി ഡൽഹി ഹൈക്കോടതിയിലെ ന്യായാധിപൻ്റെ ഔദ്യോഗിക വസതിയിൽ തീ അണയ്ക്കാനായി കടന്നു ചെല്ലുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ അനധികൃത നോട്ടുകെട്ടുകൾ കാണേണ്ടി വന്ന ആ ഒരു നിമിഷം, ഒരേ ഒരു നിമിഷം കർത്തവ്യനിരതരായ അഗ്നിശമന സേനാംഗങ്ങളുടെ മനസ്സിലൂടെ എന്തായിരിക്കാം കടന്നുപോയിട്ടുണ്ടാവുക? മാപ്പ്, നിങ്ങളുടെ സേവനത്തിനും ഉപഹാരമായി ഇത്തരം ഒരു കണിയൊരുക്കേണ്ടി വന്നതിന് എന്ന് പറയുന്നു. ശ്രീ എം ആർ അഭിലാഷ്, അതൊരു പൗരൻ്റെ മാപ്പാണോ അതോ ഒരു ജുഡീഷ്യൽ ഫ്രണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് പൊതുവേ മാപ്പ് പറയേണ്ട ഒരു സംഗതിയായി ആ സംഭവത്തെ കാണേണ്ടതുണ്ടോ ശ്രീ എം ആർ അഭിലാഷ്? ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ വളരെയധികം നിരാശയും വിഷമവും തോന്നിയൊരു നിമിഷമാണ് ആ വാർത്ത അറിഞ്ഞത്. ശ്രീ ഹാഷ്മി, അവിടെ എന്താ, നമ്മുടെ ഏത് റിപ്പബ്ലിക്കൻ വ്യവസ്ഥയ്ക്ക് വേണ്ടിയാണോ ജീവൻ വരെയും ത്യാഗം ചെയ്യാൻ വേണ്ടി, നമ്മുടെ സമാജത്തിന് വേണ്ടി എല്ലാ ത്യാഗഭാവത്തോടും കൂടി അവരകത്തേക്ക് കയറി ചെന്നത്, അവിടെ മനുഷ്യനെ രക്ഷിക്കുവാനും സ്വത്തിനെ രക്ഷിക്കുവാനും ശ്രമിക്കുന്നതിന് ഇടയിൽ അവർ കണ്ടെത്തിയത് ഇത്ര വലിയ അഴിമതി പണമായിരുന്നു. അവിടെ നമ്മുടെ നിയമവ്യവസ്ഥയും നീതിന്യായ വ്യവസ്ഥയും ഒക്കെ ഒരു തെല്ലിട നേരത്തേക്കെങ്കിലും പരാജയമായി പോയി എന്ന ഒരു യാഥാർത്ഥ്യബോധം വേട്ടയാടിയതുകൊണ്ടാണ് ഞാനങ്ങനെ എഴുതിയത്. വളരെ വിഷമകരമായ സംഭവമാണ്. 75 വർഷത്തിലധികമായി നാം ഒരു റിപ്പബ്ലിക്കായിട്ട്, റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണാധിപനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനായത്ത സംവിധാനമാണ്. അപ്പോൾ അവിടെ തിരഞ്ഞെടുക്കപ്പെടാത്ത ഇത്തരത്തിലുള്ള ഭരണാധികാരികൾ ഉണ്ടല്ലോ എന്ന ഒരു യാഥാർത്ഥ്യബോധം, അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്വത്ത് ഒരു തീയുടെ വഴിയിലൂടെയെങ്കിലും പുറത്തേക്ക് വരുവാൻ നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ളവരും ഇവിടെ അധികാര വ്യവസ്ഥയുടെ ഭാഗമായി നിലനിൽക്കുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞപ്പോൾ തോന്നിയ പശ്ചാത്താപവും ഒരു കുമ്പസാരവുമായിരുന്നു. ശ്രീ എം ആർ അഭിലാഷ്, ഈ പറഞ്ഞ പ്രധാന തെളിവായ കത്തിക്കരിഞ്ഞ നോട്ടുകൾ, അതിലെ കണ്ടെത്തലുകൾ രാജ്യത്തിന് മുന്നിൽ സുപ്രീം കോടതി തുറന്നു വച്ചിരിക്കുകയാണ്. ഇതിനു മുൻപ് സമാനമായ അനുഭവം നമ്മുടെ മുന്നിലില്ല. അങ്ങേയറ്റം അസാധാരണമാണ് സുപ്രീം കോടതിയുടെ ആ നീക്കം, ആ നടപടി. ഒപ്പം ഈ ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്ക് എന്താണോ പറയാനുള്ളത് അതും അതേപോലെ തന്നെ സുപ്രീം കോടതി വെബ്സൈറ്റിൽ ആധികാരികമായി ഇടുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഇനിയും ഒരു ദുരൂഹത തുടരുന്നത് നീതിപീഠത്തിൻ്റെ വിശ്വാസത്തെ കരിച്ചു കളയുന്നതാണ് എന്ന ഉറച്ച ബോധ്യത്തിൽ തന്നെ ആവില്ലേ കോടതിയുടെ അങ്ങേയറ്റത്തെ അസാധാരണമായ നടപടി ശ്രീ എം ആർ അഭിലാഷ്? തീർച്ചയായിട്ടും ഇതിനു മുമ്പും അഴിമതി സംബന്ധമായിട്ടുള്ള ആരോപണങ്ങൾ വരികയുണ്ടായിട്ടുണ്ട്. അഴിമതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായി സോഷ്യൽ മീഡിയയുടെ അതിപ്രസരവും ഓരോ വർഷം കഴിയുന്തോറും ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ഒരു അനിവാര്യതയാണ്, ഒഴിവാക്കാൻ കഴിയാത്ത ഒരു അനിവാര്യതയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് നാം ജീവിക്കുന്നത്. ഇതിനു മുമ്പ് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സുപ്രീം കോടതി അല്ലെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യറി പുരോഗമനത്തിലേക്ക് മുന്നേറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയധികം സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ളപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നതായി ജനങ്ങൾ അറിഞ്ഞത് സുപ്രീം കോടതിയെ കുറച്ചുകൂടെ പ്രോ ആക്റ്റീവായിട്ട്, കോടതിയും ജനങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ് എന്ന ഒരു വലിയ സത്യബോധത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കാം കോടതിയുടെ നടപടി. ഒരു 15 വർഷം മുമ്പ് ഡൽഹി ഹൈക്കോടതിയിലെ തന്നെ ഷമിത് മുഖർജി എന്ന് പറയുന്ന ഒരു ജഡ്ജി ഒരു സുപ്രഭാതത്തിൽ രാജിവെക്കുകയുണ്ടായി. രാജിവെക്കാൻ ഇടയായ കാരണം ഇതുപോലെ അദ്ദേഹം ഒരു കേസിലെ വ്യവഹാരികളുമായി പണം വേണം, മറ്റ് പലതും വേണം, നമുക്ക് ധാർമ്മികമായിട്ടൊന്നും തന്നെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അംഗീകരിക്കുവാനോ കഴിയാത്ത വളരെ വൃത്തികെട്ട ആവശ്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നതായിട്ടുള്ള എവിഡൻസ് പുറത്തു വരികയുണ്ടായി. അദ്ദേഹത്തിനെതിരെ ഒരു ആന്തരിക അന്വേഷണം നടത്തിയതിന് ശേഷം അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിവെച്ചതിന് ശേഷം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ CBI അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും ജസ്റ്റിസ് ഷമിത് മുഖർജി രാജിവെച്ചതിന് ശേഷം അദ്ദേഹത്തിനെ തിഹാർ ജയിലിൽ പാർപ്പിക്കുകയും അഴിമതി നിരോധന നിയമപ്രകാരമുള്ള നടപടികളുമായിട്ട് മുൻപോട്ട് പോവുകയും ഒക്കെ ചെയ്തു. അതൊക്കെ തന്നെ നടപടി എടുത്ത ഒരു കാലഘട്ടത്തിൽ നിന്നും അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ ഒരു സാഹചര്യം. ആ സാഹചര്യം ഈ അഗ്നിശമന സേനാംഗങ്ങൾ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇത്തരത്തിലൊരു ഒരു 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 നോട്ടുകെട്ടുകളെ കോൺഫ്രണ്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് സ്വപ്നത്തിൽ പോലും ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത, പരമ്പരാഗതമായിട്ട് അഴിമതിയുടെ പന്താവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു അഗ്നിനാളങ്ങൾ ഇത് പുറത്തു കൊണ്ടുവരുന്ന ഒരു വലിയ സാഹചര്യം, അത് ജനങ്ങൾ അറിയുമെന്നുള്ള ഒരു ബോധ്യം, അത് അപ്പോൾ അവരോട് ഉത്തരം പറയണമെന്നുള്ള ഒരു ഉത്തരവാദിത്വം, ഇതിൽ നിന്നൊക്കെ അധിഷ്ഠിതമായിട്ടാണ് കോടതിയുടെ ഈ അസാധാരണമായിട്ടുള്ള നടപടി വന്നിരുന്നത്. പലപ്പോഴും ജഡ്ജിമാർ രാജിവെക്കാറുണ്ട്. ഒരു ആന്തരിക ഒരു അന്വേഷണ സംവിധാനമുണ്ട്. 1999 ശേഷം
ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഫുൾ കോടതിയുടെ റെസൊല്യൂഷൻ പ്രകാരം ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരികയാണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു ഹൈക്കോടതി ജഡ്ജിയെക്കുറിച്ച് ആരോപണം ഉണ്ടെങ്കിൽ ചീഫ് ജസ്റ്റിസിന് പരാതി കൊടുക്കാം. ചീഫ് ജസ്റ്റിസ് അതിൻ്റെ റിപ്ലൈ തേടിയതിന് ശേഷം ഗൗരവമെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് കൊടുക്കും ആ പരാതിയും റിപ്ലൈയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 3 അംഗ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് അന്വേഷണം നടക്കുന്നത്. അത് ഹൈക്കോടതി ജഡ്ജിക്കെതിരെയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെതിരെയും സുപ്രീം കോടതി ജഡ്ജിക്കെതിരെയും ഒക്കെ തന്നെ ഇതുപോലെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങാനുള്ള വ്യവസ്ഥയുണ്ട്. പക്ഷേ ഇവിടെ അഗ്നിനാളങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ അഴിമതി കഥയെക്കുറിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തന്നെ പെട്ടെന്ന് അന്വേഷണത്തിന് മുന്നോട്ടിറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ ആന്തരിക അന്വേഷണ സംവിധാനത്തിലൂടെ തന്നെയാണ് ഇവിടെ അന്വേഷണം മുൻപോട്ട് പോകുന്നത്. പിന്നെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഇത് നിൽക്കരുത് ശ്രീ ഹാഷ്മി. ഇതിനെക്കുറിച്ച് വളരെ പ്രബലമായിട്ടുള്ള അന്വേഷണം വേണം. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു ശിക്ഷയല്ലെങ്കിൽ തന്നെയും ഡോക്ടർ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തന്നെ വ്യക്തമായി പറഞ്ഞതാണ്, ഒറിജിനലി ഈ ഹൈക്കോടതിയുടെ ജഡ്ഷിപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ഫറബിൾ ആയിരുന്നില്ല. പക്ഷേ ഡോക്ടർ അംബേദ്കർ വലിയൊരു ക്രാന്തദർശിയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ചില സാഹചര്യങ്ങളിൽ ഒരു സംസ്ഥാനത്ത് വേണ്ടത്ര തരത്തിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഹൈക്കോടതി ജഡ്ജിമാരായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ പുറത്തുനിന്ന് ആളെ കൊണ്ടുവരണം. അതുപോലെ തന്നെ നിരന്തരമായിട്ട് ഒരു സംസ്ഥാനത്ത് ഒരു ജഡ്ജി ഇരിക്കുമ്പോൾ ചില അഹിതകരമായിട്ടുള്ള ചില ബന്ധങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായെന്ന് വന്നേക്കാം. അപ്പം പൊതു താല്പര്യത്തെ മുൻനിർത്തി പുറത്തേക്ക് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യാൻ നാം ആകേണ്ടി വരും. അപ്പോൾ അന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞ ആ ഒരു ക്രാന്തദർശിത്വമാണ് അത് ഭരണഘടനയുടെ പ്രൊവിഷനായി മാറിയെങ്കിലും ഇപ്പോൾ എടുത്ത് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്യുവാൻ അന്വേഷണം നടത്തിയ ശേഷം തെളിവുകളുണ്ടെന്നുണ്ടെങ്കിൽ, പ്രാഥമിക അന്വേഷണത്തിന് ശേഷം തെളിവുകളുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്യുവാൻ ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് വീരാസ്വാമി കേസിലെ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം FIR രജിസ്റ്റർ ചെയ്ത് നടപടിക്രമങ്ങളുമായിട്ട് മുൻപോട്ട് പോവുകയാണ് വേണ്ടതായിട്ടുള്ളത്. നിങ്ങൾ എത്ര വലിയ അധികാര കേന്ദ്രത്തിലിരുന്നാലും നിങ്ങൾ അഴിമതിയും നിയമവിരുദ്ധതയും കാണിക്കുകയാണെങ്കിൽ നിയമ നടപടിക്ക് വിധേയമാകുക എന്നുള്ളത് നമ്മുടെ റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനത്തിൻ്റെ ഒരു ആവശ്യകതയാണ്. അപ്പോൾ റിമൂവ് ചെയ്യുക എന്നുള്ളത് അത് വളരെ സമയമെടുക്കുന്ന ഒരു കാര്യമാണ്. തെളിവുണ്ടെങ്കിൽ രാജിവെക്കാൻ അദ്ദേഹം സാധ്യതയില്ല. കാരണം പല ജഡ്ജിമാരും, ജസ്റ്റിസ് നാരായൺ ശുക്ല അലഹബാദ് ഹൈക്കോടതിയിൽ 2019 ആന്തരിക അന്വേഷണം നടത്തിയതിനു ശേഷം അഴിമതിക്കാരനാണെന്ന് കണ്ടെത്തിയപ്പോൾ രാജിവെക്കാൻ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ആവശ്യപ്പെട്ടോ അദ്ദേഹം റെഫ്യൂസ് ചെയ്തു. പ്രധാനമന്ത്രിക്ക് കത്തയച്ചു, ഒരു നടപടിയും പിന്നെ എടുക്കുകയുണ്ടായില്ല. അപ്പോൾ രാജിവെക്കുക എന്നുള്ളത് വിദൂരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം രാജിവെച്ചാൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നറിയാം. ഷമീത് മുഖർജിയുടെ അനുഭവമുണ്ട്. അപ്പോൾ വെക്കാനുള്ള സാധ്യത കുറവാണ്. അദ്ദേഹം അധികാരത്തിലിരിക്കട്ടെ, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. അപ്പോൾ അത്തരത്തിൽ അത് FIR രജിസ്റ്റർ ചെയ്യുവാൻ അനുമതി കൊടുത്ത് മുൻപോട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് പോകുവാനുള്ള ഒരു ആർജവം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കാണിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഉണ്ടായ മതിയാവുകയുള്ളൂ.